ഒരു റിപ്പീറ്റ് വാച്ചിന് നമുക്ക് ലൂസിഫർ പോലെ എടുക്കാൻ പറ്റുന്ന ഒരു സംഗതി എമ്പുരാനിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഇല്ല എന്നുള്ളതാണ്, എനിക്ക് ഇല്ല എന്നുള്ളൊരു തോന്നലാണുള്ളത്. ശരിക്കും ലൂസിഫർ കണ്ട സമയത്ത് നമുക്ക് അതിനകത്ത് കുറച്ച് ആക്ഷൻ രംഗങ്ങൾ ഇമോഷണലി കണക്ട് ആയിരുന്നു. 1-2 സീൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ആ പോലീസുകാരനെ ചവിട്ടുന്ന ഒരു സീൻ എത്ര തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടാലും മടുക്കില്ല. അതേപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി ആളുകൾക്കിടയിൽ കൂടെ നടന്നു വരുന്ന ഒരു സീൻ, കാർ അവിടെ ഇട്ടിട്ട് നടന്നു വരുന്ന ഒരു സീൻ. അതേപോലെ ജിതിൻ രാമദാസിന്റെ ഒരു പ്രസംഗം, ഈ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, അതുപോലുള്ള സംഭവങ്ങൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ആരാധകർക്ക് സമ്മാനിച്ചില്ല എന്നുള്ളതാണ് ഈ ഒരു ചിത്രത്തിന്റെ നിരാശാജനകമായിട്ടുള്ള കാര്യമായി പല ആളുകളും എടുത്തു പറയുന്നത്. പക്ഷേ ചിത്രത്തിന്റെ ഒരു ക്ലാസ് ഉയർന്നു. അപ്പോൾ ആ ഒരു ക്ലാസ്സിനനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള രംഗങ്ങൾ വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഒഴിവാക്കിയത് എന്ന് പറഞ്ഞാൽ, പക്ഷേ സ്ലോ മോഷൻ നടത്തങ്ങളുടെ കാര്യത്തിൽ യാതൊരുവിധ എന്താ പറയുന്നത് പിശുക്ക് ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ സ്ലോ മോഷൻ നടത്തങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറേയധികം നടത്തങ്ങളൊക്കെ കട്ട് ചെയ്യാനായിട്ട് പറ്റുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജ്, അതേപോലെ തന്നെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം, അവർക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു ഡയലോഗ് തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ ആരുടെ കഥയാണ് പറഞ്ഞതെന്നുള്ളതാണ് ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞതുപോലെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ചേരുവകൾ കഴിച്ചാലും നമുക്ക് കുറച്ച് രസമൊക്കെ കിട്ടുമല്ലോ. പരിപ്പും കിസ്മിസും അതേപോലെ ഉണക്ക മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടങ്ങ് ഇരുന്നു. കേക്ക് കിട്ടിയില്ല. കേക്ക് കിട്ടുമായിരിക്കും എന്നുള്ളൊരു രീതിയിലേക്ക് ചിത്രം കണ്ട് അവസാനിപ്പിച്ചു.